എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 21, പാടുപെട്ടു നേടിയോടി തൊഴിലെനിക്ക് ദൈവം. കണ്ടറിഞ്ഞു നിന്നാലോ തൊട്ടു നന്നായി കൂടുമെന്ന് ചൊല്ലി എന്റെ തോളിൽ വന്നു വീണ കൈകൾ പലത് വന്നു വീണ കൈകൾ. എന്റെ പേര് അതിപ്പോ എന്തായാലും ഇപ്പം ഗൗരി ലക്ഷ്മി എന്ന പേര് വീണ്ടും വാർത്തകളിലേക്ക് നിറയുന്നത് മുറിവിലൂടെയാണ് അല്ലെ. ജീവിതത്തിൽ ഒരു മുറിവെങ്കിലും ഉണ്ടാവാത്ത മനുഷ്യരില്ല അല്ലെ ഗൗരി. എനിക്കൊന്ന് ഗൗരിയുടെ ഒരു ചെയിൻ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് മുറിവ്. അതിലെ മുറിവ് ഇറങ്ങിയിട്ട് ശരിക്കും 1 വർഷമാകുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും മുറിവ് ചർച്ചയാകുന്നത്? ഞാനല്ലല്ലോ ചർച്ചയാക്കിയത്, ചർച്ചയായി വന്നതാണ് അല്ലേ, സംഭവിച്ചതല്ലേ അത്. ശരിക്കും മുറിവിന്റെ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് അത്ര സുഖമുള്ള കാര്യമല്ല അല്ലെ. കാരണം അതിനെ പലതരത്തിൽ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഗൗരിയുടെ ഒരു ഇതെന്തായിരുന്നു മുറിവ് എന്ന പാട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു മനസ്സെന്തായിരുന്നു? എനിക്കിത് വേറെ ഏത് പാട്ടും ചെയ്യുന്ന പോലത്തെ ഒരു പാട്ട് മാത്രമാണ്. കാരണം എൻ്റെ എല്ലാ പാട്ടും വരുന്നത് ഈ പറഞ്ഞ പോലെ കുറേ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും, നല്ലതാവാം മോശമാവാം, നമുക്ക് വന്ന ചിലപ്പം ചില എക്സ്പീരിയൻസ് ഒരു എവിടെയെങ്കിലും പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ മീറ്റ് ചെയ്തതായിരിക്കാം, ഒരാളുമായിട്ടുള്ള എനിക്കുണ്ടായ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമായിരിക്കാം, എന്തുവാ പല പല എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ എനിക്ക് വളരെ റിയലായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇതുവരെ എഴുതിയിട്ടുള്ളൂ. മുറിവും അതുപോലെ തന്നെ ഒരെണ്ണമാണ്. അത് ഈ ഒരുപാട് പാട്ടുകളിൽ ഒരു പാട്ട് മാത്രമാണത്. ആൻഡ് അത് മറ്റേ ഇതിങ്ങനെ ബ്ലോപ്പായി ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം എഴുതാൻ തോന്നി എഴുതി. അപ്പം അത്രയും സിമ്പിളായിട്ട് എഴുതി വച്ചൊരു കാര്യമാണ്. പാട്ട് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് മേ ബി ദിസ് ക്യാൻ ട്രിഗർ പീപ്പിൾ, അത്രയും നമുക്കുള്ളൂ. തോന്നിയിരുന്നു ചില ആളുകളൊക്കെ അത്രേ ഉള്ളൂ. ചില ആളുകളൊക്കെ ഇത് കേൾക്കുമ്പോൾ എന്നൊരു സാധനം വരുമായിരിക്കും. ഒന്നൊരു ടിപ്പിക്കൽ മലയാളം പാട്ടല്ല അത്. അപ്പം ഒരുപാട് സ്ഥലത്തുനിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ട്, ഒരുപാട് സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്കിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത് വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ചെയ്തൊരു പാട്ടാണ്. അതിൽ നിയമവും കാര്യങ്ങളും ഒന്നുമില്ല പാട്ടിൽ, അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. പറയേണ്ട കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞേക്കൊരു പാട്ടാണ്. പക്ഷേ ഇത്രയും ആളുകൾക്ക് അത് കൊള്ളുന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത്രയും സെൻസിറ്റീവ് ആണോ നമ്മുടെ ആളുകൾ എന്നുള്ളൊരു ആ അത് തലയിൽ ഓടുന്നുണ്ട്. ശരിക്കും ഇപ്പൊ എല്ലാവരും അതിന്റെ താഴെ നമ്മൾ കമന്റ്സ് നോക്കുകയാണെങ്കിൽ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഗൗരി ലക്ഷ്മി അതിനെ എങ്ങനെ കാണുന്നു, ആ സൈബർ ബുള്ളിങ്ങിനെയൊക്കെ? സൈബർ ബുള്ളിങ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, തെറ്റാണ്. ഹെയ്റ്റ് ക്രൈം തന്നെ. ഒരാളെ ഭയങ്കരമായിട്ട് വെറുക്കുകയാണല്ലോ കുറേ ആളുകൾ. എങ്ങനെ കാണുന്ന, കാരണം അതിനെ ഗൗരി എങ്ങനെ എടുക്കുന്നത്? പുച്ഛിച്ച് തള്ളുന്നോ? ഇല്ല, അത് എനിക്ക് വേണമെങ്കിൽ ഇത് തള്ളാന്നുള്ളതേ ഉള്ളൂ, മറ്റേ പുച്ഛി തള്ളുവാണെന്നുള്ളത്. നമ്മൾ ഓഫ് കോഴ്സ് മനുഷ്യന്മാരാണ്, നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആണ്. കുറേ ആളുകൾ നമ്മളിങ്ങനെ ഒരു പാട്ട് എഴുതി എന്നുള്ള പേരിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇത്രയും വെറുപ്പാണ് എന്നുള്ള രീതിയിൽ കോൺവെർസേഷൻ വരുമ്പോൾ ഫിസിക്കലി എങ്കിലും നമുക്ക് ആ റിയാക്ഷൻ വരും. ലൈക്ക് വി മൈറ്റ് ഗെറ്റ് ആങ്ഷ്യസ്, ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത് മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് ഈ നടക്കുന്ന കാര്യങ്ങൾ. എൻ്റെ കൺട്രോളിലില്ലാത്ത കുറേ ഞാൻ എന്ത് ചെയ്താലും ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ലെവലിൽ കുറേ ആൾ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. എവിടുന്ന് ഇത് ഇത്രയും പ്രശ്നം മനസ്സിലാവുന്നില്ല, ലൈക്ക് യു ക്യാൻ കമൻറ്റ് അല്ല ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തൊരു പൊട്ടപ്പാട്ട എന്ന് പറഞ്ഞാൽ അത് താങ്ക് യു, പാട്ട് കേട്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഈ പറഞ്ഞ പോലെ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെൻ്റെ രീതിയിൽ എൻ്റെ പേഴ്സണൽ സ്പേസിൽ ഡീൽ ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. പ്രൊഫഷണലി ഞാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ് തിങ്. ഒന്ന്, ഈ പാട്ട് ഡിസ്കസ്ഡ് ആവുന്നുണ്ട്, അത് എക്സാക്ട്ലി നമുക്ക് വേണ്ട അതാണ്. ആളുകൾ നമ്മുടെ പാട്ടിനെക്കുറിച്ച് സംസാരിക്കുക, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഒരു ആസ് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ വിജയം. വാട്ട് എവർ എന്തവർ സംസാരിച്ചാലും സംസാരിക്കുന്നുണ്ട്, കോൺവെർസേഷൻസ് ഉണ്ടാവുന്നുണ്ട്, സോ ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ ആ വിഷയത്തിൽ ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്. പക്ഷേ ഈ സൈഡിൽ ഓഫ് കോഴ്സ് ഒരു കുറേ ആളുകൾ വന്ന് നമുക്കിട്ട് കല്ലെറിയുമ്പോഴേക്കും വേദനിക്കും. കാരണം ഇപ്പം ഇങ്ങനത്തെ വരികളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വന്നതിൻ്റെ താഴെ ഇതൊക്കെ ഇവൾക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതാണോ എന്തൊക്കെ, ഇത് ശരിക്കും ഗൗരിക്ക് ഉണ്ടായ അനുഭവങ്ങൾ തന്നെയാണ്. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നു പറയുകയാണ് സമൂഹത്തോട്. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടില് നമുക്ക് ചുറ്റും ഇവ പറഞ്ഞല്ലോ, വീട്ടില് മുത്തശ്ശി അങ്ങനെ അച്ഛനമ്മ, അപ്പം എത്രയൊക്കെ ആയാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗൗരി ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്കായിരിക്കും. അവർക്ക് എപ്പോഴും ഗൗരി ഒരു മകളായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനത്തെ സൈബർ ബുള്ളിങ് ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് പറയുക? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഒരു ജനറേഷൻ, ഇപ്പം എൻ്റെയൊക്കെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കുറച്ചുകൂടെ ശീലമുള്ള കാര്യമാണ്.
അപ്പം സൈബർ ബുള്ളിങ്, ആളുകളെ ഒരു ഓൺലൈൻ സ്പേസിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പരിചിതമായിട്ടുള്ളൊരു ജനറേഷനാണ് എൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു എനിക്ക് തോന്നുന്നു ഞാൻ 8ൽ 9ലൊക്കെ പഠിക്കുമ്പോഴേ ഓർക്കുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഓൺലൈൻ തെറിവിളിയുടെ തുടക്കമാണ് അതൊക്കെ. അപ്പം കുറച്ചുകൂടി എനിക്കിത് ശീലമാണ്. ഒരു 40 എബവ് അല്ലെങ്കിൽ ഒരു 45 എബവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്ക് കുറച്ചുകൂടി ഒരു പുതിയ കാര്യമാണ്. അവരുടെ ലൈഫിലെ വലിയൊരു ഭാഗത്ത്, എന്നെക്കാളും വലിയ ഭാഗത്ത് അവർക്ക് ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സോ കുറച്ചുകൂടി പാനിക് ആവുന്ന ഒരു വിഷയമാണിത്. ഇതൊരു റിയൽ ത്രെട്ടാണെന്നും ശരിക്കും ആളുകൾ വന്നിട്ട് നമ്മൾ ഉപദ്രവിക്കുന്നുള്ള ഒരു സീനിലോട്ട് ആ ഒരു ജനറേഷനിലെ ആളുകൾക്ക് ആങ്സൈറ്റി പോയേക്കാം. അത് അവരെന്നെ മനസ്സിലാക്കി ഇത് റിയൽ പ്രശ്നമല്ല. അടുത്ത ടോപ്പിക് കിട്ടുമ്പോഴേക്കും അവർ അതിൻ്റെ പുറകെ പോകും. യു ജസ്റ്റ് ബീയിങ് ഡിസ്കഷൻ. അപ്പം അത്രയേ ഉള്ളൂ. മുറിവിന്റെ ഒരു 2 ലൈൻ കേൾക്കാം നമുക്ക്. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെൻ്റെ പൊക്കിൽ തപ്പി വന്നവൻ്റെ പ്രായം 40. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13, വേനലവധി മാസം അത് ബന്ധു വീട്ടിലൂണ്, ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാൾ എൻ്റെ പിന്നിലറിയാത്ത പോൽ തൊട്ടു, അതിൻ്റെ പേര് കാമം. അതിൻ്റെ പേര് കാമം. എന്തിനാണ് ഏതിനാണ് എന്നതറിയില്ലെന്നാലും നെഞ്ചിലാഞ്ഞു കയറി തീക്കൊള്ളി മുറിവ്, തീക്കൊള്ളി മുറിവ്. നാളിതെത്ര പോയാലും മാഞ്ഞിടാത്ത മുറിവ്, മാഞ്ഞിടാത്ത മുറിവ്. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 21, പാടുപെട്ടു നേടിയൊരു തൊഴിലെനിക്ക് ദൈവം, കണ്ടറിഞ്ഞു നിന്നാലോ തൊട്ടു നന്നായി കൂടുമെന്ന് ചൊല്ലി എന്റെ തോളിൽ വന്നു വീണ കൈകൾ പലത്, വന്നു വീണ കൈകൾ. എന്റെ പേര് അതിപ്പോ എന്തായാലും തെരുവിൽ എന്റെ മാറിൽ കണ്ണെറിഞ്ഞിളിച്ചവനോ 17, ഉള്ളിൽ എന്റെ ചോരയിൽ പിറന്നവനെ ഓർത്തു ഞെട്ടിപ്പച്ച നേരം, രാഗിൽ തള്ളി ശ്വാസം നീട്ടിവിട്ടു നേരം, മണ്ടി നീങ്ങും നേരം നെഞ്ചിനുള്ളിലാകെ അറപ്പ്, അറപ്പ് വെറുപ്പ്, ഉള്ളിലാകെ അറപ്പ്, അറപ്പ് വെറുപ്പ്, ഉള്ളിലാകെ തോന്നനകതകതന